പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി തന്റെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അനിൽ ആന്റണിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. കാലങ്ങളായി LDFും UDFും ഒരുപോലെ പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ ഒരിക്കലും NDA അക്കൗണ്ട് തുറക്കില്ല എന്ന്. അവർക്കുള്ളൊരു മറുപടി എന്താണ്? ഈ രണ്ട് മുന്നണികളും കുറെ നാളായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ രണ്ട് മുന്നണികളുടെ ഇന്നത്തെ വിചാരം, ഇന്നും അവർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിനും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിക്കും അവരൊരു ചാലഞ്ചേഴ്സ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് വാസ്തവമല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇവർ രണ്ട് വശത്താണ്. പക്ഷെ ദേശീയ തലത്തിൽ ഇവരെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ്, ഒരു ഇന്ത്യ അലയൻസിന്റെ ഭാഗമാണ്. മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും അതുപോലെ CPI ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇവരെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ ഇവരെല്ലാവരും ഇന്നും 2014-ലും 2019-ലും ഇന്ത്യൻ ജനത ചവിറ്റുകൊട്ടയിലേക്ക് തിരസ്കരിച്ച് ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അത് നടക്കാൻ പോകുന്നില്ല. അത് കാരണം ഇവർ പറയുന്ന കാര്യമൊന്നും നമ്മൾ വാസ്തവമായി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ഈ ഇവിടത്തെ BJP ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം, അത് ഇതുവരെ വാസ്തവമാണ്. പക്ഷെ കഴിഞ്ഞ 6-7 വർഷമായി ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ എല്ലായിടത്തും ഇതുവരെ ആരും കാണാത്ത രീതിയിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6-7 വർഷം മുമ്പ് നമ്മൾ നോർത്ത് ഈസ്റ്റിൽ ഇല്ലായിരുന്നു. നമ്മൾ അവിടെ നോർത്ത് ഈസ്റ്റ് 8 സംസ്ഥാനങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഒരു സംസ്ഥാനത്ത് പോലും നമ്മൾ 1-2 MLA അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നവിടെ 4 സംസ്ഥാനങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നു. മറ്റ് 3 സംസ്ഥാനങ്ങൾ നമ്മൾ ഘടകകക്ഷികളൊപ്പം ഭരിക്കുന്നു. ഇപ്പം ഗോവ, ഇപ്പം അതുപോലെ ബംഗാൾ, തെലങ്കാന, ഇവിടെ എല്ലാം പണ്ടൊക്കെ ചെറിയ പാർട്ടിയായിരുന്നു. ഇന്ന് നമ്മൾ ശക്തമായ, ഇപ്പം ഗോവയിൽ നമ്മൾ ഭരിക്കുന്നു. ബംഗാളിൽ ശക്തമായ 2ാം പാർട്ടിയായി. 3 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് 90 സീറ്റായി. ഒറ്റ MP ഇല്ലാത്ത സ്ഥലത്ത് 19 MP വെറും ഒരു ഇലക്ഷൻ സൈക്കിളിലുണ്ടായി. ഇങ്ങനെ ചരിത്രപരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണ് ഈ പാർട്ടി തന്നെയാണ് കേരളത്തിലുമുള്ളത്. ഇതുവരെ ഇതായിരുന്നു ചരിത്രം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം മാറാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സീറ്റല്ല, നിരവധി സീറ്റുകൾ ലഭിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2019-ലും 2014-ലും കണ്ടതിനേക്കാൾ വലിയൊരു വിജയം ദേശീയ തലത്തിൽ നമുക്കുണ്ടാവും. അതിൽ നിരവധി MPമാർ കേരളത്തിൽ നിന്നായിരിക്കും. ഇത് കേരളത്തിനൊരു ചരിത്ര തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019-ൽ UDF സ്ഥാനാർത്ഥി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 3 തെരഞ്ഞെടുപ്പുകളിൽ അടുപ്പിച്ച് UDF വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. NDA ഇവിടെ ഇരു മുന്നണികളെയും തോൽപ്പിക്കുന്നതിനായി എന്ത് തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കും സ്വീകരിക്കുക? തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മളെല്ലാവരും ഇപ്പം ഒരുപാട് പ്രവർത്തകർ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ഇവിടെ ഉണ്ട്. എന്തായാലും ഒരു ഫോർമുലയുണ്ട്, ഒരു തന്ത്രമുണ്ട്, അല്ലെ? തീർച്ചയായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പും സ്ട്രാറ്റജിക്കും കൂടെയാണ്. പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ട്, സ്ട്രാറ്റജിക് ഫൈറ്റ് ഉണ്ട്. നമുക്ക് വളരെ വളരെ മികച്ച ഒരു ടീമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശക്തി എല്ലാ മണ്ഡലങ്ങളിലും, ഇന്ത്യയിലെ എല്ലാ മണ്ഡലത്തിലും നമ്മളെ നയിക്കുന്ന നമ്മുടെ നേതാവ് ശ്രീ മോദിജി തന്നെയാണ്. അതുപോലെ കേരളത്തിൽ വളരെ ശക്തമായൊരു സംഘടനയുണ്ട്, ശക്തമായ നേതൃത്വമുണ്ട്. നമുക്ക് റേസ് ചെയ്യാൻ ഒരുപാട് ഇഷ്യൂസുമുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതി പ്രവേശന വിഷയമാണ് NDA ഉയർത്തിക്കാട്ടിയത്. ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ടുകൾ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ ഇവിടെ നേടാനും കഴിഞ്ഞു. ഇക്കുറി അത്തരം സാഹചര്യങ്ങൾ കേരളത്തിലില്ല. പകരം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക? പകരം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കാർഷിക മേഖല, ഇവിടെ ഒരുപാട് പ്രവാസികളുള്ള സ്ഥലമാണ്, ഇവിടെ ഒരുപാട് യുവാക്കളുള്ള സ്ഥലമാണ്. ഇവർക്കെല്ലാം പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇപ്പം കഴിഞ്ഞ വർഷം ഇപ്പം പത്തനംതിട്ടയിൽ ശ്രീ K. സുരേന്ദ്രൻജി അദ്ദേഹം വോട്ടുകൾ ഏകദേശം ഇരട്ടിയിലധികമാക്കി. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മാത്രമല്ല നമ്മൾ കണ്ടത്, തൃശ്ശൂരും നമ്മളത് കണ്ടു. പല മണ്ഡലങ്ങളിലും നമ്മൾ ആറ്റിങ്ങലിലും പല മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള ആലപ്പുഴ പല മണ്ഡലങ്ങളിലും ഇതുപോലെ ഇരട്ടിയിലധികം വോട്ട് നമ്മളാക്കി. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ ഒരു ചുവടുവെപ്പായിരുന്നു. ഇപ്പൊ പല മണ്ഡലങ്ങളിലും നമ്മൾ വോട്ട് ഇരട്ടിപ്പിച്ചു. ഇതേ മണ്ഡലങ്ങളിൽ നമ്മൾ ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ചെയ്യാൻ പോകുന്നത്. അത് കാരണം തന്നെ ഇതൊരു ശബരിമല വിഷയം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. പക്ഷെ ശബരിമലയും ഒരു വിഷയമാണ്. കാര്യം നമ്മൾ ശബരിമലയിലെ സിറ്റുവേഷൻ നോക്കും. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ, ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ് ഈ ശബരിമല. ഈ ശബരിമലയിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ പവിത്രത നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു അയ്യപ്പ ഭക്തനും ഒരിക്കലും മറക്കില്ല, എത്രയൊക്കെ ശ്രമിച്ചാലും. പിന്നെ നിങ്ങൾ നോക്കൂ, 10, 50, 60 രാജ്യങ്ങളിൽ നിന്ന് എല്ലാ വർഷവും തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് ഈ ശബരിമല.
പക്ഷെ ഇവിടെയൊന്നും അടിസ്ഥാന സൗകര്യം പോലുമില്ല. പക്ഷേ നിങ്ങൾ BJP ഭരിക്കുന്ന UP-യിൽ പോകൂ, ഗുജറാത്തിൽ പോകൂ, അവിടെ സോംനാഥിൽ പോകൂ, അയോധ്യയിൽ പോയി, വാരണാസിയിൽ പോകൂ, ഇവിടെയൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കൂ. ഇവിടെയൊക്കെ അന്താരാഷ്ട്ര നിലവാരമുള്ള എയർപോർട്ടുകളുണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുണ്ട്, 6 വരിയും 8 വരി പാതകളുമൊക്കെയാണ് അവിടെ ഉള്ളത്. അതുപോലെ എല്ലാവർക്കും ഏതൊരു തീർത്ഥാടകൻ പോയാലും അവരുടെ ഇപ്പം ലോകാത്തര നിലവാരമുള്ള താമസ സൗകര്യങ്ങളുണ്ട്. ഇപ്പം എല്ലാം ഇതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പം ഇവിടെയും മോദിജി ഈ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കുന്ന സ്ഥലത്ത് കേരളം വികസിക്കണം, പത്തനംതിട്ട വികസിക്കണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിക്കേണ്ടത് അനിവാര്യമാണ്. ആ സ്ഥാനാർത്ഥി ഇവിടെ ഞാനാണ്. അത് കാരണം തന്നെ ഇവിടുത്തെ ജനങ്ങൾ എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങ് പത്തനംതിട്ട എടുക്കും എന്ന് തന്നെയാണോ പറയുന്നത്? ഇപ്പം ഞാൻ അങ്ങനത്തെ ടേംസ് ഒന്നും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ വളരെ വളരെ ഷൂറിറ്റിയോടെ ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ ജയിക്കും. ഈ കേന്ദ്ര നേതൃത്വം അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചപ്പോൾ UDF-ഉം LDF-ഉം പറയുകയുണ്ടായി ചിത്രത്തിൽ ഇല്ലാതിരുന്ന ഒരാളാണ് അനിൽ ആന്റണി എന്ന്. ഏതായാലും BJP കേന്ദ്ര നേതൃത്വം ഒരു സർവേ നടത്തുമല്ലോ, ആരൊക്കെ സ്ഥാനാർത്ഥിയാകാൻ ആരൊക്കെ സാധ്യത. യുവാക്കളുടെ പിന്തുണ ആ സർവേയിൽ കൂടുതൽ അങ്ങേക്ക് ലഭിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണോ? ഇപ്പൊ BJP ആരെ സ്ഥാനാർത്ഥിയാക്കും അല്ലെങ്കിൽ അതിന്റെ ഹിന്ദൊന്നും UDF-നോ LDF-നോ ലഭിക്കേണ്ട കാര്യമില്ല. ഇത് അവരുടെ ഏരിയ അല്ല. നമുക്കൊരു പ്രോസസ്സുണ്ട്. അതിൽ നമുക്കൊരു പാർട്ടി സിസ്റ്റമുണ്ട്, ഒരു സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും BJP അധ്യക്ഷനും മറ്റൊരുപാട് സീനിയർ നേതാക്കളും എല്ലാം ഒരു കമ്മിറ്റിയാണ്. അതിൽ ഒരു പ്രോസസ്സുണ്ട്. ആ കമ്മിറ്റി, ശ്രീ മോദിജി നയിക്കുന്ന കമ്മിറ്റി തെരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. അതിന്റെ മാനദണ്ഡങ്ങൾ ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. എങ്കിലും മണ്ഡലത്തിലെ യുവാക്കളുടെ കൂടുതൽ പിന്തുണ താങ്കൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ യുവാക്കളാണ്. അപ്പം പത്തനംതിട്ട ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു മണ്ഡലത്തിലൊന്ന് പത്തനംതിട്ടയാണ്. കാര്യം ഇവിടെയൊന്നും ഒരുപാട് പേർ പോകുന്നുണ്ട്, പക്ഷെ ഒരുപാട് പേർ പോകുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഇവിടെ അവർ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇവിടുത്തെ യുവാക്കളെല്ലാം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. പക്ഷെ ഇവിടെയൊന്നും അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും ലഭിക്കുന്നില്ല. അത് കാരണം അവർ പോകുന്നു. പോയി കഴിഞ്ഞാൽ അവരാരും തിരിച്ചു വരുന്നില്ല. കാര്യം തിരിച്ചു വന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് അവർക്കറിയാം. കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടെ വികസന വിരുദ്ധരായ LDF-ഉം UDF-ഉം മാറി മാറി വന്ന് ഇവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ ഇതിന് പകരം നമ്മൾ ദേശീയ തലത്തിൽ ചെയ്യുന്നത്, മോദിജി ചെയ്യുന്നത് ഒരു മോഡലാണ്. അദ്ദേഹം ഗുജറാത്തിൽ ചെയ്തത് ഒരു മോഡലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ വന്ന് ഇന്ന് ലോകാത്തര നിലവാരമുള്ള ലോകത്തിന്റെ നേതൃത്വം ഇന്ത്യ എന്ന ലോകത്തിന്റെ നേതൃത്വത്തിൽ എത്തുന്ന രീതിയിലുള്ള ഒരു മോഡൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മോഡൽ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് ഓരോ BJP പ്രവർത്തകന്റെയും ഏറ്റവും വലിയ കടമ. അവസാനമായി ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു. UDF-ന് ആകെ ഒരു ഊർജ്ജം വരുന്നു. അങ്ങനെ 19 സീറ്റിലും അവർ വിജയിക്കുന്നു. ഇക്കുറി ഒരു രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ഉണ്ടോ കേരളത്തിൽ? ഇത്തവണ എന്തെങ്കിലും എഫക്ട് ഉണ്ടെങ്കിൽ അതും താഴേക്ക് പോകാനേ സാധ്യതയുള്ളൂ. അത് കാരണം രാഹുൽ ഗാന്ധി എഫക്ട് എന്നുള്ള ഒരു എഫക്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ഒരു ഫാക്ടറേ ഇല്ല. കാര്യം ഇന്ന് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു വ്യക്തി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകില്ല, അദ്ദേഹം ഒരു നേതാവല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ചില കോൺഗ്രസുകാർ മാത്രമേ ഉള്ളൂ ഇന്നും രാഹുൽ ഗാന്ധിയുടെ യാത്ര. പക്ഷെ ഇതൊക്കെ ഇന്ത്യൻ ജനത അവർ തിരസ്കരിച്ചു കഴിഞ്ഞു. 2 പ്രാവശ്യം തിരസ്കരിച്ചു, 3-ാം തവണയും തിരസ്കരിക്കും. അതിന് ഒരു സംശയവുമില്ല. അനിൽ ആന്റണി വലിയ പ്രതീക്ഷയിലാണ്. തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ്, അതും പത്തനംതിട്ട പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ് അനിൽ ആന്റണിയുടെ പ്രത്യേകത. അദ്ദേഹം ഈ അഭിമുഖത്തിൽ പൂർണ്ണമായും പറഞ്ഞ ഒരു കാര്യം, താൻ ഉറപ്പായും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ്. അതിന് പല കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കുടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.